അപ്പോൾ ഗൈസ് ഗുഡ് മോർണിംഗ്. നമ്മൾ രാവിലെ തന്നെ എണീറ്റ് നമ്മുടെ ഫാമിലോട്ടുള്ള മീൻ എടുക്കാൻ പോകണേണ്ട കാര്യം നമ്മൾ പണ്ടൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായി. അപ്പോൾ ആ ഒരു വീഡിയോയിൽ കുറേ പേര് ചോദിച്ചാണ് ഈ സ്ഥലം എവിടെയാണ്, ഇതെങ്ങനെയാണ്. ഇന്ന് നമ്മൾ ഫുള്ള് കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഗൈസ്. അപ്പോൾ നൈസായിട്ട് ഫിഷർ ചെയ്ത് രാവിലെ എണീറ്റോട്ടാ ഒന്നും പറ്റൊഴിക്ക് മൂക്കോടത്തി. അപ്പോൾ അതാട്ടാ ഫിഷറീസ്. അപ്പോൾ നിലവിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. തുടങ്ങിയിട്ടില്ല ഇവിടെ. ഏകദേശം 6 മണിയാകുമ്പോഴാണ് തുടങ്ങണം എന്നിട്ട് കൂടിയ. അപ്പോൾ ആൾക്കാരൊക്കെ വരുന്നുള്ളൂ. ഒരു ചേട്ടൻ വന്ന് നിൽക്കണണ്ട. ഇതുപോലെ ഇനി ഇവിടെ നിറച്ചു ആളായിക്കോട്ടെ. അപ്പോൾ നൈസായിട്ട് നമുക്ക് ഇപ്പോൾ നോക്കാം. ഇപ്പോൾ 6 മണിയാകുമ്പോൾ തുറക്കും. ഫുള്ള് സാധനം ഇപ്പോൾ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. അങ്ങനെ കറക്റ്റ് 6 മണിക്ക് തന്നെ തുറന്ന് പേരും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടാണ് നമ്മൾ അകത്തേക്ക്. അപ്പോൾ ഗൈസ് ബില്ലിങ് പരിപാടിയൊക്കെ 7:30 ആ ചേട്ടൻ പറഞ്ഞത്. ആ ചേട്ടൻ നമ്മുടെ കമ്പനി ഇത് വേണ്ട. ഇവിടെ ഫുള്ള് മീൻ്റെ സെറ്റപ്പാണ് കേട്ടോ. അകത്തേക്ക് കയറാൻ പറ്റൂല എന്ന് നിലവിൽ നമ്മുടെ അറിവ്. കണ്ട നൈസായിട്ട് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങി കേട്ടാ. അപ്പോൾ നമ്മ ഇപ്പം നിൽക്കോ. ഇവിടെ ഇപ്പം ഇനി നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല. കാര്യം ഇവിടെ ഫുള്ള് ആളായിരിക്കും. കറക്റ്റ് 6 മണിയായപ്പോൾ തന്നെ ആൾക്കാർ സാധനങ്ങളായിട്ട് വന്നിട്ടാ. അങ്ങനെ ഓരോ ആൾക്കാർ ഓരോ സാധനം കൊണ്ടുവന്ന് ഇനി ഇതിൻ്റെ അകത്ത് ഫുള്ള് അങ്ങോട്ട് നിരത്തും. നിലവിൽ ഇപ്പോൾ ഈ ചേട്ടൻ കൊണ്ടുവന്നേക്കണത് ഫുള്ള് ചെറിയ ചെറിയ മീനുകളാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്കുള്ള മീൻ തന്നെ ആ ഒരു ചേട്ടൻ തന്നെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ ഇനി നമുക്ക് വേണ്ട സാധനങ്ങൾ ഈ ഒരു തെർമോകോളിൻ്റെ ബോക്സിലാണ് കേട്ടോ നമ്മൾ നിറക്കാൻ പോണത്. ഇന്ന് മീൻ എടുക്കണതിൻ്റെ ഏറ്റവും ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങണതിൽ നല്ല പൈസ കുറവിന് തന്നെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. കാര്യം ഈ ഒരു സ്ഥലത്തു നിന്നാണ് നമ്മുടെ കടകളിലോട്ട് മീനൊക്കെ ആൾക്കാർ കൊണ്ടുപോകുന്നത്. നിലവിൽ ഇപ്പം ഈ കുണ്ടന്നെ മീനല്ലാണ്ട് ഇവിടെയും വേറെ കുറേ മീനുകളുണ്ട് കേട്ടോ. പക്ഷെ അപ്പോൾ അത് മാത്രമല്ല കേട്ടോ. ഇവിടെ ഉണ്ട് കുറച്ച് ഗപ്പീസും. പിന്നെ ഇതിനകത്ത് കുറച്ച് ഓസ്കാറുകളൊക്കെ ഉണ്ട്. അപ്പോൾ സീബ്ര ഉണ്ട്. പിന്നെ വെറൈറ്റി ടൈപ്പ് ഓഫ് ഗപ്പി ഉണ്ട്. ഇത് ഏകദേശം 375 രൂപ, പിന്നെ 300 രൂപ, 375 അങ്ങനെ. ഇനിയിപ്പോൾ ഇവിടെ ഫുള്ള് മീൻ വരും കേട്ടോ. കാര്യം നിങ്ങൾ വണ്ടിയെങ്കിൽ ഒരു 5:30-6 മണി ടൈം ആകുമ്പോൾ എന്താ കുറേ കലക്ക സാധനം വാരി എടുക്കുക എന്നാണ് ചേട്ടൻ പറഞ്ഞത്. പ്രൈസൊക്കെ എങ്ങനെയാണ്? 120 വേണ്ട. ഇതാണ്ട നമ്മുടെ ചേട്ടൻ. ഹായ് പറ. ചേട്ടനല്ലേ വീഡിയോ തന്നെ ഒന്ന് പറഞ്ഞ. അതെ പ്ലാൻസ് ഉണ്ട് ഇവിടെ ഫുള്ള് പ്ലാൻസ്. അവിടെ ഇനി ഫുള്ള് മീനായിരിക്കും കേട്ടോ. ഇപ്പോൾ പയ്യെ ഓരോന്ന് വന്നു തുടങ്ങി. ഇനി ഇവിടെ നിറയും. ഇതാണ് ഒരാൾക്കാർ അവർ കൊണ്ടുപോകാൻ വേണ്ടി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചാണ് കേട്ടോ. ഒരു പുള്ളിയൊക്കെ നോക്കി. കാര്യം ഇത് കടയിലോട്ട് പോകണ നല്ല വിലക്കുറവിന് ഇവിടെ സാധനം കൊടുക്കും. ഇത് മെയിലും ഫീമെയിലും ആണ് കേട്ടോ. 1200 രൂപ. ഏറ്റവും വലിയ രസം അതല്ല കേട്ടോ. നമുക്ക് സ്വന്തമായിട്ട് കടയുണ്ട്. ഇവിടെ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ ഈ കാണുന്ന കവറിൽ എഴുതിയതിനും നല്ല വിലക്കുറവിന് തന്നെ നമുക്ക് ഇവിടെ നിന്ന് സാധനം എടുക്കാൻ പറ്റും കേട്ടോ. ഇതാണ്ടാ ഒരു വണ്ടി നിറച്ച് മീനാണ് കേട്ടോ. ഇതെന്ത് മീനാണ് കേട്ടാ? നോക്കി ക്രേ ഫിഷിന്റെ ഒരു മാരക കളക്ഷൻ തന്നെയാണ് ഇതിനകത്തുള്ളത്. ഇതാണ്ടോ ഏതാണ്? ഈ ഒരു വണ്ടി ഫുള്ള് സാധനം വന്നിട്ടുണ്ടോ? നോക്കി വേണ്ട സെറ്റപ്പാണ് കേട്ടോ. ഇതൊക്കെ എന്തിട്ടാണ്? കോഴിക്കാർപ്പിന് ഏകദേശം 450 രൂപ കേട്ടോ. ഇതെടുക്കണോടാ? എടുത്തോ. വേണം എടുത്തോ. ഒന്ന് വേണ്ട. ഇപ്പം ഏകദേശം നേരത്തെ ആൾ കൂടിയില്ലേ. ഇനി കുറച്ച് കൂടെ ഫുള്ള് ആളാവോട്ടാ. ഒരു കുന്ന് കിപ്പിയാണ് കേട്ടോ. എടുത്തോ. എടുത്തോ. വാരി ഉണ്ടല്ലേ. ഈ ഒരു വണ്ടി നിറച്ച് മീനാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ചേക്ക്. ഈ ഒരറ്റം തൊട്ട് ആ അറ്റം വരെ മീനാണ് കേട്ടോ. അത്യാവശ്യം നല്ല വിലക്കുറവിനാണ്. കാണാൻ തന്നെ അടിപൊളി. നോക്കി ഗോൾഡ് ഫിഷൊക്കെ എങ്ങനെയാടാ? ഫീഡിങ് ഗോൾഡാണ് കേട്ടോ. 50 എണ്ണം 375 രൂപ. നമ്മുടെ അരോണ കഴിക്കൂലല്ലേ. നമുക്കിത് കുറച്ച് വാങ്ങിച്ചുകൊണ്ട് പോയിരുന്നു. ഇതാണ്ടാ ഓരോ ആൾക്കാരും ദൂര സാധനം വാങ്ങിച്ചിട്ടുണ്ടോ. നമ്മൾ നിലവിൽ 3 എണ്ണം മാത്രം വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. പക്ഷെ നമുക്ക് വേണ്ട സാധനം നമുക്ക് തിരഞ്ഞെടുക്കാം. കാര്യം ചിലയിൽ വെറുതെ കലക്കലുണ്ടാവും. സോ നമ്മൾ ക്വാളിറ്റി നോക്കിയിട്ട് വേണം ഇതെടുക്കാൻ. നിലവിൽ നമ്മൾ കുറച്ച് സാധനം മാറ്റി വെച്ചിട്ടുണ്ട്. സാധനം പോവും ലാസ്റ്റ് ഇല്ല.
അപ്പോൾ നമ്മൾ നൈസായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് കേട്ടോ. കാര്യം നമ്മ തമാശ കളിക്കണമല്ല, ചിലവർക്കത് ഇവരുടെ ജീവിതമാർഗ്ഗമാണല്ലോ. സോ അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊന്നും പറയാനൊന്നും പറ്റിയില്ല. നിലവിൽ പറ്റണ പോലെയൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളി ഇവിടെ നിറച്ച് മീനാണ്ടാ. ഇത് ഫുള്ള് ഗപ്പിയാണ്. കയറാൻ പറ്റുമോ? ആണോ ഗൈസ്? അപ്പോൾ ആ ചേട്ടന്മാരെ നമുക്ക് അകത്തേക്ക് കയറാമെന്ന്. അപ്പോൾ നമുക്ക് നൈസായിട്ട് കയറി നോക്കട്ടോ. നോക്കി അത്യാവശ്യം കിടുക്കൻ ഗപ്പീസൊക്കെ ഉണ്ട് കേട്ടോ. കാര്യം എനിക്ക് ഗപ്പീസിൻ്റെ പേര് വലിയ രീതിക്ക് അറിയില്ല, അതാണ് ഞാൻ പറയാത്തത്. അല്ല ഞാൻ പിന്നെ സെറ്റാക്കിയാൽ. പക്ഷേ നിലവിലിപ്പോൾ നമ്മൊരു നൈഫ് ഫിഷിനെയും പിന്നെ ഒരു പുലിവാഹ പിന്നെ ഏതാണ് പിന്നെ വേറെ എന്തിനും എടുത്തിട്ടുണ്ട്, ഞാൻ മറന്നുപോയി. അപ്പോൾ ഏതോ വഴി കയറുമല്ലോ. അടിപൊളി എൻ്റെ അമ്മേ ഗൈസ്. ദേ ഓസ്കാർ അടക്കണണ്ട. നമുക്ക് ഇതുപോലത്തെ ടാങ്ക് സെറ്റ് ചെയ്ത നൈസായിരിക്കൂലേ. ഇതിനകത്തൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇതേ ഈ ഒരു ടാങ്ക് നിറച്ച് ഓസ്കാറാണ്. നോക്കി അന്ന് ഞാൻ ചെയ്യുന്നതെന്നാണ് കൊള്ള. ഇതാണ്ട ഓസ്കാറുണ്ട്, ഗപ്പിയുണ്ട്, പിന്നെ ടൈഗർ അല്ലേ? അതാണ്ട ടൈഗർ ഓസ്കാറിനെ കണ്ട. ടൈഗർ ഓസ്കാർ ഈ ഒരു ടാങ്കൊക്കെ ഫുള്ള് കാലിയായിട്ട് കിടക്കണേണ്ട. പക്ഷേ അത്യാവശ്യം ടാങ്കിലൊക്കെ ഉണ്ട്. നമ്മൾ വന്ന ടൈമിൽ ആരും ഉണ്ടായില്ല കേട്ടോ. പക്ഷെ ഇപ്പോൾ കണ്ട നിറച്ചും വണ്ടി. ഇതിൻ്റെ അകത്ത് ഫുള്ളാളാണ് കേട്ടോ. വന്നപ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഗൈസ് നമ്മ ഇപ്പോൾ ഒരു ചേട്ടനെ കണ്ടട്ടാ. കാര്യം നമ്മ കഴിഞ്ഞ പ്രാവശ്യം ഒരു മീൻ വാങ്ങിച്ചൊരു കടയിൽ കയറി. സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. ജസ്റ്റ് ഞാൻ കടയിൽ കയറി നല്ല മീനാണെന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞു. ആ വീഡിയോ ഏകദേശം നല്ല റീച്ച് കിട്ടിയട്ടാ. ആ പുള്ളി ഇപ്പോൾ എന്നെ വന്നിട്ട് മനസ്സിലായ എന്നെ കെട്ടിപ്പിടിച്ചിട്ടില്ലേ എന്നിട്ടാണ് ഞാൻ വീഡിയോ ഉണ്ടായിരുന്നത്. ഇതാണ് അയ്യോ സത്യം പറഞ്ഞാൽ അതൊക്കെയാണ് ഭയങ്കര സന്തോഷമുണ്ടാ ഗൈസ്. അപ്പം അങ്ങനെ നമുക്ക് വേണ്ട മീനൊക്കെ നമ്മൾ വാരിക്കൂരി ഇതേ ഇപ്പോൾ ബില്ലടിക്കാൻ നിൽക്കണേട്ടാ. ബില്ലടിക്കാൻ അത്യാവശ്യം നല്ല രീതിക്ക് ലാഗണ്ടട്ടാ. വേറെ ഒന്നും കൊണ്ടല്ല. നമ്മൾ ഇവിടെ 10,000 രൂപക്ക് മീൻ വാങ്ങുമ്പോൾ ഓരോ ആൾക്കാർ 30,000-30,000 രൂപ കണ്ട് ഇവിടെ നിന്ന് മീനൊക്കെ എടുത്തുകൊണ്ട് പോകണത്. പിന്നെ ഒരു കണക്കിന് നമ്മൾ ബില്ലൊക്കെ അടിച്ച് മൊത്തം സെറ്റാക്കി കേട്ടോ. അതെ നമ്മുടെ മീനുകളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നിലവിൽ നമ്മൾ ഒരു 1 2 3 4 5 സെറ്റ് മീനെ വാങ്ങിച്ചേക്കണം. അപ്പം നൈസായിട്ട് നമുക്ക് ആ മച്ചാമാർ ഇന്ന് ടാങ്കിലോട്ട് ഇടാം. അപ്പം നമ്മൾ നിലവിൽ ഇതേ ഈ ഒരു അക്വേറിയം പിന്നെ ഇവിടെ ഈ ഒരു ടാങ്കിൽ നമ്മൾ ഓൾറെഡി ക്രേ ഫിഷിന് ഇട്ടേക്കണേ കേട്ടോ. പിന്നെ ഇതിനകത്തുണ്ട്. പക്ഷേ ഈ ഒരു 3 ടാങ്ക് നിലവിൽ വെറുതെ കിടക്കണേ. കാര്യം നമ്മൾ ഒരു ഫ്രിഡ്ജ് സെറ്റാക്കി എടുത്തെങ്കിലും ഇതിൽ ചെറിയ രീതിക്ക് ഹോൾ വന്നിട്ടാ. കാര്യം അതുകൊണ്ട് ഇവിടെ ഫുള്ള് വെള്ളം ഇരുന്ന്. പക്ഷേ ഈ ഒരു ഫ്രിഡ്ജ് അത്യാവശ്യം നല്ല ഫ്രിഡ്ജായിട്ട് സീനില്ല. അങ്ങനെ ആദ്യം തന്നെ നമ്മൾ ഈ കാണുന്ന വാഹക്കുഞ്ഞുങ്ങളാണ്ടോ നമ്മുടെ ടാങ്കിലോട്ട് ഇടാൻ പോകണം. അങ്ങനെ ഒന്ന് നല്ല രീതിക്ക് ടെമ്പറേച്ചറൊക്കെ സെറ്റ് ആയി നമ്മൾ ഒറ്റയടിക്ക് എല്ലാ മീനെ ഒരു ടാങ്കിലോട്ട് ഇട്ടിട്ടുണ്ട്. നൈസായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഇതേ നൈഫ് ഫിഷാണ് കേട്ടോ. ഇവന്മാര എങ്ങനെ ഈ ഒരു ടാങ്കിലിടണോ അല്ലെ വേറെ ടാങ്കിലിടണോ എന്നാണ് നമ്മളിപ്പോൾ കാര്യം. വേറെ വലിയ ഇടി ഉണ്ടാക്കൂല എന്നാ തോന്നണം. നമുക്ക് ആദ്യം നോക്കാം. എന്തെങ്കിലും സീനുണ്ടെങ്കിൽ നമുക്ക് നൈസായിട്ട് വേറെ അതെ നമ്മൾ മീനെ നൈസായിട്ട് അയച്ചിട്ടുണ്ട് കേട്ടോ. കാര്യം നമ്മൾ അപ്പോൾ ഇവന്മാർ തമ്മിൽ വലിയ സീനൊന്നുമില്ല, നല്ല രീതിക്ക് തന്നെ പോകണ്ടോ. അപ്പോൾ നമുക്ക് നൈസായിട്ട് നോക്കാം. എന്തെങ്കിലും പ്രശ്നം വന്നേക്ക് മാത്രം നമ്മൾ നൈസായിട്ട് വേറെ ടാങ്കിലോട്ട് പറ്റും. അതെ ഇനിയിപ്പോൾ ഉള്ളത് നമ്മുടെ ഈ ഒരു മീനാണ് കേട്ടോ, ഫ്ലവർ ഓൺ. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസാണ്. പക്ഷെ ഒന്ന് നല്ല രീതിക്ക് ഫുഡ് കൊടുത്ത് വെറുതെ സെറ്റായിട്ട് വന്നോളൂ. പിന്നെ 2 ഫൈറ്റർ ഉണ്ട്. അതിൽ ഒരു ഫൈറ്ററിനെ നമ്മൾ പ്ലാന്റ് ടാങ്കിലോട്ടാണ് ഇടാൻ പോകണം. പിന്നെ ഇതിനെ നമുക്ക് ബ്രീഡ് ചെയ്യിക്കാനിടാം. കാര്യം നമ്മുടെ ഫൈറ്റർ കുഞ്ഞുങ്ങൾ ഏകദേശം ഒക്കെ പോയി. സോ നമുക്ക് ഒന്നുകൂടി സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഫൈറ്ററിനെ വേണമെങ്കിൽ ഈ ഒരു ടാങ്കിൽ സെറ്റ് ചെയ്യാം. ഫ്ലവർ ഓണിനെ നമ്മൾ ആ ഒരു ഫ്രിഡ്ജേസിലാണ് ഇടാൻ പോകുന്നത്. നിലവിൽ ഈ ഒരു ടാങ്ക് നിലവിലപ്പോൾ ഫ്രീ ആണ്, പ്രത്യേകിച്ച് മീനൊന്നുമില്ല. പിന്നെ നമ്മളെ ക്രേ ഫിഷ് ഇതുണ്ടോ, അവന്മാർ തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാണ് കേട്ടോ. പക്ഷെ അവന്മാർ അങ്ങനെയല്ല, അവന്മാർ നല്ല ഇടിയാണ്. ഇവര് കുഴപ്പമില്ല. ഇതുണ്ടോ കട്ടി കിട്ടോന്നുമുണ്ട്. കാര്യം ഞാൻ ഇടക്കിടക്ക് അവന്മാർ എടുക്കുന്നുണ്ട്. നല്ല സൗണ്ടാ. അപ്പം സമ്മതിക്കണല്ലോ. നോക്കട്ടെ പറ്റിയാ പിടിച്ച് കാണിച്ചു തരാം. നടക്കൂല, വെറുതെ അവന്മാരെ ശല്യപ്പെടുത്തണ്ട. പക്ഷെ ഈ ഒരു ടാങ്കില്ല ഇവിടെ ചത്ത ഇല്ല കണ്ടാ. ഇവര് തമ്മിൽ ഭയങ്കര അടിയാണ് കേട്ടോ. ഒരെണ്ണതിനകത്താണ്. അപ്പം അങ്ങനെ നിലവിൽ ഇതാണ് നമ്മുടെ ടാങ്കിൻ്റെ അവസ്ഥ. ഇനിയിപ്പോൾ നൈസായിട്ട് നമുക്ക് ഈ ഒരു സാധനത്തിനെ ഇങ്ങാടിടാം. ഇവന്മാർ ഇതിൽ കിടന്ന് സെറ്റ് ആയിക്കോളും. അപ്പോൾ അതേ നമ്മൾ 15 ഫ്ലവർ ഓൺ കുഞ്ഞുങ്ങളെ കണ്ട ഈ ഒരു ടാങ്കിലിട്ടേക്കണം. അപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ പയ്യെ കാര്യം നമ്മീനെ വളർത്താൻ വാങ്ങിച്ചാണ്. പിന്നെ ചെറുതായിട്ട് നമ്മീൻ്റെ സെയിൽ നടത്തണ്ട കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നൈസായിട്ട് ഞാൻ കമൻറ്റ് ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിച്ചാൽ മതി, നമുക്ക് സെറ്റാക്കാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള എടുക്കുന്ന സാധനം തന്നെയാണ് കേട്ടോ. പിന്നെ ഈ ഒരു ടാങ്കിനകത്ത് നമുക്ക് ക്രേ ഫിഷിനെ ബ്രീഡ് ചെയ്യിക്കണം, അതിൽ നിന്ന് മാറ്റണം. പിന്നെ വേറെ കുറച്ച് ക്രേ ഫിഷിനെ വാങ്ങണം. അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. കാര്യം നമ്മൾ രാവിലെ പോയതുകൊണ്ട് നമ്മുടെ തൊണ്ടയൊക്കെ അടിച്ചു കേട്ടോ, നല്ല തണുപ്പായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഉണ്ടാ. കാര്യം നമ്മൾ ഇവിടെ നിന്ന് ബില്ലൊക്കെ അടിച്ച് സാധനം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ബൈ.